നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനും കാത്തിരിപ്പിനും ശേഷം തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുന്നു. തിരുവനന്തപുരം മെട്രോ റെയിലിനെ DPR തയ്യാറാക്കിയതോടെ പ്രധാന ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് DPR തയ്യാറാക്കിയിരിക്കുന്നത്. DPR ഇന്നോ നാളെയോ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ കൈമാറിയേക്കും എന്നാണ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം KMRL 2 ആഴ്ചയ്ക്കുള്ളിൽ DPR സംസ്ഥാന സർക്കാരിനെ കൈമാറും. മന്ത്രിസഭ അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചാൽ അനുമതി തേടാം. അതിനുശേഷമായിരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്ര തുകയായിരിക്കും തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിക്കായി ചിലവഴിക്കുക എന്ന് വ്യക്തമാക്കുക. നിലവിൽ 8,000 കോടി രൂപയാണ് പദ്ധതി ചിലവ് പ്രതീക്ഷിക്കുന്നത്. പുതുക്കിയ അലൈൻമെന്റ് പ്രകാരം തിരുവനന്തപുരം മെട്രോയുടെ ആകെ ദൂരം 31 കിലോമീറ്റർ ആയിരിക്കും. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് ആദ്യഘട്ടത്തിൽ മെട്രോ റെയിൽ പാത ഒരുക്കുന്നത്. ഇതിനിടയിൽ ആകെ 27 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. അതിൽ 3 ഇന്റർചേഞ്ച് സ്റ്റേഷനുകളായിരിക്കും. നേരത്തെ തയ്യാറാക്കിയ അലൈൻമെന്റിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. കേശവദാസപുരം വഴി പട്ടത്ത് നിന്ന് ഉള്ളൂരിലേക്കുള്ളതായിരുന്നു ആദ്യ അലൈൻമെന്റ്. എന്നാൽ പുതിയ DPRൽ മെഡിക്കൽ കോളേജ് വഴിയാകും പട്ടത്ത് നിന്ന് ഉള്ളൂരിലേക്ക് പോവുക. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കൈമനം, കരമന, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പ്ലാമൂട്, പട്ട, മുറിഞ്ഞപാലം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, പൊങ്ങുമൂട്, ശ്രീകാര്യം വരെ സ്റ്റേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം പങ്ങപ്പാറ, ഗുരുമന്ദിരം, കാര്യവട്ടം, ടെക്നോ പാർക്ക് ഫേസ് 1, ടെക്നോ പാർക്ക് ഫേസ് 3, കുളത്തൂർ, ടെക്നോ പാർക്ക് ഫേസ് 2, ആക്കുളം കായൽ, കൊച്ചുവേളി, വെൺപാലവട്ടം, ചാക്ക, എയർപോർട്ട്, ഈഞ്ചക്കൽ, കഴക്കൂട്ടം, കാര്യവട്ടം എന്നിവയാണ് മെട്രോ സ്റ്റേഷനുകൾ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തലസ്ഥാനത്തേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി വരുന്നവർക്ക് ഏറെ സഹായകമാകും. തിരുവനന്തപുരം മെട്രോ നഗരത്തിലെ പൊതുയാത്രാ സൗകര്യം മെച്ചപ്പെടുത്തും. നേരത്തെ മോണോ റെയിൽ ഉപയോഗിക്കാനായിരുന്നു തീരുമാനമെങ്കിലും പിന്നീട് ലൈറ്റ് മെട്രോയിലേക്ക് മാറുകയായിരുന്നു. പൂർണ്ണമായും എലവേറ്റഡ്, അതായത് ഉയരപാത എന്ന നിലയിലുള്ള നിർമ്മാണമാണ് DPRൽ നിർദ്ദേശിക്കുകയെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന പൈതൃക മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രധാന പാതയിൽ മെട്രോ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന വമ്പൻ നിർമ്മിതികൾ നഗര സൗന്ദര്യത്തെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നതിനാൽ ഭൂഗർഭ പാതയെക്കുറിച്ച് നേരത്തെ പഠനം നടത്തിയിരുന്നു. എന്നാൽ നിർമ്മാണ ചെലവ് ഉയരപാതയുടെ ഇരട്ടിയോളമാകുമെന്നാണ് നിഗമനം. ഉയരപാതയ്ക്ക് 10,000 കോടി രൂപയാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. കൊച്ചി മെട്രോയുടെ മാതൃകയിൽ 60% വായ്പയെടുത്തും 20% വീതം സംസ്ഥാന കേന്ദ്ര സർക്കാർ വിഹിതം ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ആനയറയിൽ സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിൽ ആധുനിക മൊബിലിറ്റി ഹബ്ബ് മെട്രോ റെയിലിന്റെ ഭാഗമായി നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ പദ്ധതി രേഖയും DPRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ അംഗീകരിച്ച തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ 2024 ആനയറയിലെ 106 ഏക്കർ സ്ഥലത്ത് മൊബിലിറ്റി ഹബ്ബ് വിഭാവനം ചെയ്തിട്ടുണ്ട്. റോഡ്, റെയിൽ, ജലഗതാഗത സംവിധാനങ്ങളെ ബന്ധിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, ദേശീയപാത, പാർവതി പുത്തനാർ വഴി ജലപാതയിലേക്കുള്ള പ്രവേശനം എന്നിവയെല്ലാം ആനയറ പദ്ധതിയിലൂടെ സാധ്യമാകും. കൂടാതെ വിമാനത്താവളത്തോട് ചേർന്നുള്ള സ്ഥലമാണെന്ന പ്രത്യേകതയും ഇവിടെ മൊബിലിറ്റി ഹബിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെട്രോയുടെ ഭാഗമായി മൊബിലിറ്റി ഹബ്ബ് നിർമ്മിച്ചാൽ അത് മെട്രോ സർവീസിനും അധിക വരുമാനമാകും. നടത്തിപ്പ് ചുമതലയും മെട്രോ കമ്പനി തന്നെ വഹിക്കും. കൂടാതെ മെട്രോയുടെ നിർമ്മാണത്തിനൊപ്പം തന്നെ മൊബിലിറ്റി ഹബിന്റെ നിർമ്മാണവും പൂർത്തിയാക്കും. ഇതുകൂടാതെ മെട്രോയുടെ ഭാഗമായി 6 മൊബിലിറ്റി ഹബ്ബുകൾ നിർമ്മിക്കും. ഇത് മെട്രോ സ്റ്റേഷനുകൾക്കൊപ്പം തന്നെയാകും. 5ലധികം ബസ്സുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാകും ഇവിടെ ഉണ്ടാവുക. ടാക്സി, ഓട്ടോ സർവീസുകളും കഫ്റ്റീരിയയും ഒക്കെ ഈ മൊബിലിറ്റി ഹബ്ബുകളിൽ ഉണ്ടാകും. പാർക്കിംഗ് ഏരിയയും ഒരുക്കും.